Hi everyone, line protective relays continuation ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലൈൻ പ്രൊട്ടക്റ്റീവ് റിലേസ് സാധാരണ നമ്മൾ ലൈൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിലേസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അല്ല ഫസ്റ്റ് വൺ ആണ് ഓവർ വോൾട്ടേജ് ആൻഡ് അണ്ടർ വോൾട്ടേജ് റിലേസ്. ഓവർ വോൾട്ടേജ് ഓർ അണ്ടർ വോൾട്ടേജ് റിലേസ് ഉപയോഗിക്കാറുണ്ട്. These electromagnetic relays are working on the same principle of the induction type disk type relays. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇൻഡക്ഷൻ ടൈപ്പ് ഡിസ്ക് ടൈപ്പ് റിലേസ് നമ്മൾ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റിലേസ് തന്നെയാണ് ഏത് ഓവർ വോൾട്ടേജ് ആൻഡ് അണ്ടർ വോൾട്ടേജ് റിലേസ്. The sensor used in this relay input is from the potential transformer. നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻസർ ഏതാണ്? റിലേ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സെൻസ് ചെയ്ത വാല്യൂസ് എന്ന് പറയുന്നത് ഈസ് ഫ്രം ദ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള സിഗ്നൽസ് വേർ ഔട്ട്പുട്ട് ജനറലി കെപ്റ്റ് ഓൺ 110 വോൾട്ട് AC. ഔട്ട്പുട്ട് സാധാരണ 110 വോൾട്ട് AC ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് PT-യുടെ. And when the fault occurs, the potential transformer output produces a voltage which in turn energizes the disk mechanism to rotate. നമ്മൾ നേരത്തെ കേസിൽ ഇൻഡക്ഷൻ ടൈപ്പിനകത്ത് കറണ്ടിൻ്റെ വാല്യൂസിനനുസരിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് റിലേസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലെ വാല്യൂസിനനുസരിച്ച് ഡിസ്ക് മെക്കാനിസം എനർജൈസ് ചെയ്യും. ഫോൾട്ട് ഒക്കർ ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഇൻഡക്ഷൻ ടൈപ്പ് റിലേൻ്റെ ഡിസ്ക് മെക്കാനിസം എനർജൈസ് ചെയ്യും. സോ ഡിസ്ക് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആസ് ദ ഫോൾട്ട് കണ്ടിന്യൂ ടു ബി പ്രസൻറ്റ് ആൻഡ് ദ ട്രിപ്പ് ടൈം സെറ്റിൽഡ്, the relay disk rotates and make the trip coil to activate in the trip mechanism in the breakers. As the fault continue to be present, fault കുറച്ച് സമയത്തേക്ക് പ്രസൻ്റ് ആയിട്ടിരിക്കുക, അതായത് ഫോൾട്ട് കുറച്ച് സമയത്തേക്ക് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടായിട്ട് അപ്പം തന്നെ തിരിച്ചു പോവാതെ കുറച്ച് സമയത്തേക്ക് ഫോൾട്ട് നിന്ന് കഴിഞ്ഞാൽ ദ ട്രിപ്പ് ടൈം സെറ്റിൽഡ്, നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ട്രിപ്പിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ ദ റിലേ ഡിസ്ക് റൊട്ടേറ്റ്സ്, റിലേഡ് ഡിസ്ക് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആൻഡ് ദ ട്രിപ്പ് കോയിൽ ടു ആക്ടിവേറ്റ്, ട്രിപ്പ് കോയിൽ ആക്ടിവേറ്റ് ആവും. ബ്രേക്കറിലെ ട്രിപ്പിംഗ് മെക്കാനിസം ഫങ്ഷൻ ചെയ്യും. ദ ട്രിപ്പിംഗ് ടൈം സെറ്റിൽഡ് ആസ് പെർ ദ ക്യാരക്ടറിസ്റ്റിക്സ് സെലക്റ്റഡ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചാണ് ട്രിപ്പിംഗ് ടൈം വരാറുള്ളത്. ഇൻവേഴ്സ് ടൈം ആണോ ഡെഫിനിറ്റ് ടൈം ആണോ ഏതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്, അതിനനുസരിച്ചായിരിക്കും ട്രിപ്പിംഗ് ടൈം സെറ്റിൽ ചെയ്യുന്നത്. ദ പിക്കപ്പ് വോൾട്ടേജ് ഹാസ് ടു ബി വെരിഫൈഡ് വിത്ത് ദ പ്ലഗ് സെറ്റിംഗ് വാല്യൂ ഓഫ് ദ ഫോൾട്ട് വോൾട്ടേജ്. ഫോൾട്ട് വോൾട്ടേജിൻ്റെ പ്ലഗ് സെറ്റിംഗ് വാല്യൂ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പ്ലഗ് സെറ്റിംഗ് ചെയ്യാനുള്ളൊരു നമുക്കൊരു പ്രൊവിഷൻ ഉണ്ടാവും. ആ പ്ലഗ് സെറ്റിംഗ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് പിക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്യുന്നത്. പിക്കപ്പ് വോൾട്ടേജ്, പിക്കപ്പ് കറണ്ട് സെലക്ട് ചെയ്തതുപോലെ തന്നെ പിക്കപ്പ് വോൾട്ടേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോൾട്ട് വോൾട്ടേജിൻ്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ പിക്കപ്പ് വോൾട്ടേജ് സെലക്ട് ചെയ്യും. which can be selected in different fault voltages in both under voltage or over voltage relay. Under voltage റിലേയിലാണെങ്കിൽ നോർമൽ വോൾട്ടേജിൽ നിന്നും എത്ര കണ്ട് കുറയുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടാപ്പ് പൊസിഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനനുസരിച്ച് ഏതൊക്കെ വോൾട്ടേജിലാണ് ഫോൾട്ട് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓവർ വോൾട്ടേജിനകത്തും എത്ര കണ്ട് വോൾട്ടേജ് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്കതിൻ്റെ പിക്കപ്പ് വോൾട്ടേജ് വാല്യൂസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് TMS shorten the time trip time if necessary on the fault time is more as the case may be. The fault time കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഉപയോഗിച്ചിട്ട് ട്രിപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം വളരെ കുറയ്ക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് നമുക്ക് ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ടാണ്. ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഫോൾട്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫോൾട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രിപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് കുറച്ച് കൊടുക്കുക, അതായത് ട്രിപ്പിംഗ് ടൈം ഷോർട്ടൻ ചെയ്ത് കൊടുക്കുക. Time multiplier setting. This setting helps the relay to shorten the time selected without the change of any other settings made in the relay. ഇപ്പോൾ റിലേക്കകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള മറ്റൊരു സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്താതെ തന്നെ നമുക്ക് ആ ടൈം ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമിനെ ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ടൈം മൾട്ടിപ്ലയർ ഹെൽപ്സ് ദ റിലേ ടു ഫാസ്റ്റ് ആക്ടിവേറ്റ് ദ ബ്രേക്കർ in case the fault quantity is more than 50% of the fault quantity selected by the tap setting.
നമ്മൾ ടാപ്പ് സെറ്റിങ്ങിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോൾട്ട് ക്വാണ്ടിറ്റീൻ്റെക്കാൾ പിന്നെയും 50% ഫോൾട്ട് ക്വാണ്ടിറ്റിയൊക്കെ വീണ്ടും കൂടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്കറിനെ ഓപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ റിലേ അതിനനുസരിച്ച് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യണം. സോ ആ റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ, പെട്ടെന്ന് റിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണ്, ഈ ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതുപോലെ റിലേയുടെ പെട്ടെന്നുള്ള ഓപ്പറേഷൻ നടക്കുന്നതും അതുവഴി നമുക്ക് ബ്രേക്കറിനെ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യിക്കാനും സാധിക്കുന്നത്, ബ്രേക്കർ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നത് ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഓവർ വോൾട്ടേജ് ആൻഡ് ഓവർ കറണ്ട് റിലേ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ റിലേ ആണ്. ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഈസ് എ വെരി റിലയബിൾ മെത്തേഡ് ഓഫ് പ്രൊട്ടക്ടിങ് ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ബസ് ബാർസ് ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ഫ്രം ദ എഫക്ട്സ് ഓഫ് ഇൻറ്റേർണൽ ഫോൾട്സ്. അപ്പോൾ അതുപോലെ നമ്മൾ ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ബസ് ബാർ, ട്രാൻസ്മിഷൻ ലൈൻസിലൊക്കെ ഇൻറ്റേർണൽ ഫോൾട്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ്, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനാണ്. In normal operating conditions, the current through the CTs is the same. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ രണ്ട് സി ടി, അതിൽ ഇൻകമിങ് സ്റ്റേജിലും ഔട്ട് ഗോയിങ് സ്റ്റേജിലും സി ടീസിൽ വരുന്ന കറണ്ട് സെയിം ആയിരിക്കും. സോ ദ റിലേ സെൻസസ് നോ ഡിഫറൻഷ്യൽ കറണ്ട്. അപ്പോൾ എന്തെങ്കിലും റിലേ അതിനകത്തൊരു ഡിഫറൻഷ്യൽ കറണ്ട് മെഷർ ചെയ്യുന്നില്ല. ഡിഫറൻഷ്യൽ കറണ്ട് എന്ന് പറയുമ്പോൾ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് തമ്മിലുള്ളൊരു ഡിഫറൻസ് മെഷർ ചെയ്യുന്നില്ല. ദിസ് ഈസ് ഓൾസോ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ ഫോൾട്ട്. ഇത് തന്നെയാണ് എക്സ്റ്റേണൽ ഫോൾട്ടിൻ്റെ കേസിലും വരുന്നത്. Differential protection can be used for protecting generators from faults to ground. ഗ്രൗണ്ടുമായിട്ട്, അതായത് ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട്, അങ്ങനെ ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട് വരുന്ന കേസിൽ ജനറേറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ഇൻകമിങ്, അതിലേക്ക് വരുന്ന കറണ്ടും പുറത്തേക്ക് പോകുന്ന കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യും. അതിനകത്ത് എന്ത് ഡിഫറൻസ് വരികയാണെങ്കിൽ, രണ്ടും സെയിം ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവില്ല, സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ബസ് ബാർസ് ഇൻ സബ്സ്റ്റേഷൻസ് യൂസസ് 1 CT ഫോർ ഈച്ച് ഇൻകമിംഗ് ലൈൻ. ഓരോ ഇൻകമിംഗ് ലൈനും ബസ് ബാർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതെങ്കിൽ സബ്സ്റ്റേഷനിൽ വരുന്ന ഓരോ ഇൻകമിംഗ് ലൈനിനും CTs സെപ്പറേറ്റ്ലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓൾ ഇൻകമിംഗ് കറണ്ട്സ് ആർ ആഡഡ് അപ്പ് ആൻഡ് കമ്പയർഡ് ടു ദ സം ഓഫ് ഓൾ ഔട്ട് ഗോയിങ് കറണ്ട്. വരുന്ന എല്ലാ കറണ്ടിനെയും സമ്മയും അതുപോലെ തന്നെ പോകുന്ന എല്ലാ കറണ്ടിനെയും സമ്മപ്പയും. ഇത് രണ്ടും കൂടി ആഡപ്പ് ചെയ്തിട്ട് ഇത് രണ്ടിൻ്റെയും തമ്മിൽ കമ്പയർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഡിഫറൻഷ്യൽ റിലേ. ഒരു ഡിഫറൻഷ്യൽ റിലേൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിനകത്ത് ഡിഫറൻഷ്യൽ റിലേ പ്രൊവൈഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എക്യുപ്മെൻറ്റിൻ്റെ വഴിയിലേക്ക് വരുന്നതും അതിൽ നിന്ന് പോകുന്നതും രണ്ട് ഭാഗത്തേക്കും CT കണക്ട് ചെയ്തിട്ടുണ്ട്. ആ CTയിൽ നിന്നുള്ള കറണ്ടിനെ നമ്മൾ താഴെ റിലേ വഴി കടത്തി വിടും. എന്നിട്ട് ഇതിനകത്ത് മെഷർ ചെയ്യും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മെഷർ ചെയ്യും. I1 മൈനസ് I2 എത്ര കണ്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യും. അതിനനുസരിച്ചാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയിലും ഒരേപോലെ ഓരോ ലൈനിലും CTs പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സർക്യൂട്ട് ബ്രേക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ CTയിൽ നിന്നും എടുക്കുന്ന വാല്യൂസിനെ താഴെ റിലേയിലൂടെ കടത്തിവിട്ട് റിലേയുടെ ട്രിപ്പ് കോയിൽ എനർജൈസ്ഡ് ആയിട്ടും റിലേ കോണ്ടാക്റ്റ് ക്ലോസ് ചെയ്യുന്നത് പഠിക്കുക എന്ത് നടക്കും, റിലേയുടെ കോണ്ടാക്റ്റ് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങോട്ടാണ്, രണ്ട് സൈഡിലും ട്രിപ്പ് കോയിലിലേക്ക്, അതായത് സർക്യൂട്ട് രണ്ട് സൈഡിലെയും ഇൻകമിംഗ് സെക്ഷനിലെയും ഔട്ട് ഗോയിങ് സെക്ഷനിലെയും സർക്യൂട്ട് ബ്രേക്കറിലേക്ക് ട്രിപ്പ് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രിപ്പ് കോയിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് റിലേ ഓർ അഡ്മിറ്റൻസ് റിലേ. മൂന്നാമത്തെ ടൈപ്പാണ് ഡിസ്റ്റൻസ് റിലേ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് റിലേ എന്ന് പറയുന്നത്. ദി ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് പ്രപ്പോർഷണലാണ്, അതിൻ്റെ ലെങ്ത്തിന് പ്രപ്പോർഷണലാണ്. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇംപിഡൻസ് കൂടും. ഒരു ലൈനിൽ ഒരു 10 മീറ്ററുള്ള ലൈനാണെങ്കിൽ അതിൻ്റെ ഇംപിഡൻസും ഒരു 100 മീറ്ററുള്ള ലൈനാകുമ്പം ഇംപിഡൻസ് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇംപിഡൻസ് മാറി വരും. ഫോർ ദ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു യൂസ് എ റിലേ capable of measuring the impedance of a line up to a predetermined value, അല്ലെങ്കിൽ ഒരു റീച്ച് പോയിന്റ് വരെ, ഇത്ര ഏരിയ വരെ എന്ന് നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതുവരെയുള്ള ലൈനിൻ്റെ ഇംപിഡൻസ് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിലേ ആണ് നമ്മൾ സാധാരണ ഇതിന് യൂസ് ചെയ്യാറുള്ളത്. സച്ച് എ റിലേ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡിസ്റ്റൻസ് റിലേ. അങ്ങനെയുള്ള റിലേസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് റിലേ എന്ന് പറയുന്നത്. അതായത് ഒരു ഏരിയ നമ്മൾ ഫിക്സ് ചെയ്തു, സോഴ്സിൽ നിന്നും ഒരു ഏരിയ ഫിക്സ് ചെയ്തിട്ട് അത്രയും ഏരിയയുടെ ഉള്ളിൽ ഫാൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്മിറ്റൻസ് റിലേ യൂസ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ഓൺലി ഫോർ ഫോൾട്സ് ഒക്കറിങ് ബിറ്റ്വീൻ ദ റിലേ ലൊക്കേഷൻ ആൻഡ് എ സെലക്റ്റഡ് റീച്ച് പോയിന്റ്, ദസ് ഗിവിംഗ് ഡിസ്ക്രിമിനേഷൻ ഫോർ ഫോൾട്സ് ദാറ്റ് മേ ഒക്കർ ഇൻ ദ ഡിഫറെൻറ്റ് ലൈൻ സെക്ഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം,
റിലേയിൽ അല്ലെങ്കിൽ ആ ലൈൻ സെക്ഷൻസിൽ ട്രാൻസ്മിഷൻ ലൈനിലാണെങ്കിൽ ഏത് ഭാഗത്താണ് ഫോൾട്ട് നടന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ട് സഹായിക്കും ഇത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ആ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേയും അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഏരിയയും, ആ റിലേയിൽ നിന്നും എത്ര ഒരു റീച്ച് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തു, ഒരു സോണായിട്ട് നമ്മളതിനെ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൻ്റെ അകത്ത് വരുന്ന ഫോൾട്ടിനെ മെഷർ ചെയ്യുക എന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറെ സെക്ഷനിലാണ്, അതിന് വേറെ റിലേ ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഏത് ഭാഗത്താണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അഡ്മിറ്റൻസ് റിലേ അഥവാ ഡിസ്റ്റൻസ് റിലേ എന്ന് പറയുന്നത്. ഒരു സെലക്റ്റഡ് റീച്ച് പോയിന്റ് നമ്മൾ ആദ്യമേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും കൂടെ സാധിക്കും. ദ നെക്സ്റ്റ് വൺ വരുന്നത് റിയാക്റ്റൻസ് ഓർ ഷെയ്ഡഡ് പോൾ ടൈപ്പ് നോൺ ഡയറക്ഷണൽ റിലേ. Reactance relay is a straight line characteristics that responds only to the reactance of the protection line. നമ്മൾ നേരത്തെ ഇമ്പിഡൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇവിടെ എന്താണ് റിയാക്റ്റൻസിന് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് പ്രൊട്ടക്റ്റഡ് ലൈനിൻ്റെ ഏത് ലൈനിനെയാണോ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ ലൈനിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ അവിടെ റിയാക്റ്റൻസും റെസിസ്റ്റൻസും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്ന റിയാക്റ്റൻസ് റിലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് അവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല, ആ ലൈനിൻ്റെ റിയാക്റ്റൻസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നോൺ ഡയറക്ഷണൽ റിലേ ആണത്. And is used to supplement the admittance relay as a tripping relay to make the overall protection independent of the resistance. Resistance independent ആണ്, റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാനുള്ള ഒരു ഓവറോൾ പ്രൊട്ടക്ഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഓൺ ഷോർട്ട് ലൈൻസ് വേർ ദ ഫോൾട്ട് ആർക്ക് റെസിസ്റ്റൻസ് ഈസ് സെയിം ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ആസ് ദ ലൈൻ ലെങ്ത്. ഷോർട്ട് ലൈൻസിൽ, അതായത് നീളം കുറഞ്ഞ ലൈൻസിലാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. വെറുതെ ഫോൾട്ട് ആർക്ക് റെസിസ്റ്റൻസ്, ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ആർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സെയിം ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ആസ് ദ ലൈൻ ലെങ്ത്. ലൈൻ ലെങ്ത്തിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് അതിൻ്റെ അതേ ഓർഡറിലായിരിക്കും ഏത് വരുന്നത്, ഫോൾട്ടിൻ്റെ ആർക്ക് റെസിസ്റ്റൻസ് വരുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഷോർട്ട് ലൈൻസിലാണ് സാധാരണയായിട്ട് റിയാക്റ്റൻസ് റിലേസ് യൂസ് ചെയ്യാറുള്ളത്. The relay serves as an important part in the switchgear protection. Reactance relay switchgear protectionൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ്. And the electromagnetic relay is the first generation of a protective relay. പ്രൊട്ടക്റ്റീവ് റിലേസ്, സാധാരണ എല്ലാ റിലേസും നമ്മൾ സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു റിലേസാണ്. ഒരു മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റിലേസ് എന്ന് പറയുന്നത്. ദി ഇലക്ട്രോമാഗ്നറ്റിക് റിലേ ഈസ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് റിലേസ്. പ്രൊട്ടക്റ്റീവ് റിലേസിൻ്റെ കേസിൽ നമ്മൾ മെയിൻ ആദ്യം ഒരു ബേസിക്കായിട്ട് ഫസ്റ്റ് ജനറേഷൻ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റിലേ. ആദ്യമായിട്ട് വന്നിരുന്നൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ടൈപ്പ് റിലേസ് ആയിരുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് റിലേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് മൂവിങ് പാർട്സ് ഉണ്ട്. വർക്കിംഗ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യാറുള്ളത്. മൂവിങ് പാർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ ക്യാരി വൺ ഫംഗ്ഷൻ, അതായത് ഒരു ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, അതായത് നമ്മൾ ഓവർ കറണ്ട് ആവാം, അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് ആവാം, അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ് ആവാം, ഏതെങ്കിലും ഒരു ഫംഗ്ഷനാണ് അറ്റ് എ ടൈം ഇലക്ട്രോമാഗ്നറ്റിക് റിലേ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റിലേ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ഓവർ കറണ്ടിന്, അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ്, അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് മാത്രമാണ് അതിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ദിസ് ഡ്രോബാക്ക് ഈസ് ഓവർകം ബൈ ദ യൂസ് ഓഫ് സ്റ്റാറ്റിക് ഓർ ഡിജിറ്റൽ റിലേ. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്ന ഒരു ഡ്രോബാക്ക് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് വന്നിട്ടുള്ള സ്റ്റാറ്റിക് റിലേ അല്ലെങ്കിൽ ഡിജിറ്റൽ റിലേസ് യൂസ് ചെയ്തിട്ടാണ്. അവിടെ മൾട്ടി ഫങ്ഷനിങ് ആണ്. അവിടുത്തെ റിലേ എന്ന് പറയുന്നത് മൾട്ടി ഫങ്ഷനിങ് ആണ്. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനനുസരിച്ചിട്ടാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദേ ആർ മോർ ആക്യുറേറ്റ് ദാൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് റിലേസ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റിലേക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മാത്രമേ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ മാത്രമേ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റിലേസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസിനെ അറ്റ് എ ടൈം കൺസിഡർ ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ എന്തായിരിക്കും അതിൻ്റെ ആക്യുറസിയും കൂടുതലായിരിക്കും.